മൂന്ന് ടിക്കറ്റ് എടുത്തോ. രണ്ടെണ്ണം സ്വയക്കിരിക്കാൻ ഒരെണ്ണം എനിക്ക്. സിനിമ തിയേറ്റർ ആണെന്ന് ഞാൻ നോക്കൂല. ഇടിച്ച് ഫോക്കസ് ഔട്ട് ആക്കി. ആൾക്കാർ കാണും സ്വയം. ആൾക്കാർ അവിടെ നിൽക്കും. നിക്കട്ടെ. രാജേന്ദ്രൻ ഇവന്റെ ട്യൂഷൻ എടുപ്പ് തിയേറ്ററിലാക്കിയോ? ഞങ്ങൾ തമ്മിൽ ഇന്റലക്ച്വൽ ബന്ധമാണെന്ന് പറഞ്ഞിട്ട് ചേടാ ഇതിനൊരു ഡോസ് കൊടുക്കാതെ പറ്റത്തില്ല. ഇപ്പോഴിവിടെ വെച്ചോ? പടം കാണണ്ടേ? പടം നമുക്ക് നാളെയും കാണാം. ഇവര് നാളെ ഇവിടെ വരുമെന്ന് എന്താ ഉറപ്പ്? ഈ പടം നാളെ ഇവിടെ ഉണ്ടാവും എന്താ ഉറപ്പ്? പടമാണോ വരുന്ന സഹോദരനാണോ? സഹോദരൻ. ആണേ എന്താ? ദീപം ദീപം ദീപം. അവളെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകാൻ ആരുമില്ല. ഒരു സിനിമ കാണാൻ കൊതിയാവണു എന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ അവളാകെ ടെൻഷനിലായി പോയി. ആദ്യം ഞാനും ചെറുപ്പം മുതലേ കളിച്ചു വളർന്നവരാ. നല്ല സുഹൃത്തുക്കളാ ഞങ്ങള് തമ്മില്. നിനക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറ. അയ്യോ തെറ്റും ശരിയൊക്കെ പറയാൻ ഞാൻ ആരാ? നിങ്ങൾ പലരും ഒരുമിച്ച് വീട്ടിൽ വരും, സിനിമയ്ക്ക് പോകും. അതൊക്കെ നിങ്ങളുടെ കാര്യം. നമ്മൾ ഈ വീട്ടിലെ വെറും ഒരു അടുക്കളക്കാരിയല്ലേ. ഇന്നലത്തെ ഒരു 5 രൂപ ബാലൻസ് ഇങ്ങോട്ട് വരും. രാജേന്ദ്ര നിന്റെ ചില്ലറയുണ്ടോ? 2 5 എടുക്കാൻ. ഇല്ല. അപ്പൊ നാളത്തെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ കടം എടുത്തു കൊടുക്ക്. അച്ഛനായിരുന്നാലും ശരി ആരാച്ചായിരുന്നാലും ശരി. കടം പറയുന്ന പരിപാടി വീട്ടിൽ വേണ്ട. ഓക്കെ. നീ ഇച്ചിരി രസം ഇങ്ങോട്ട് ഒഴിക്കേ. അല്ല എനിക്കെന്താ വിളമ്പാത്തെ? മനസ്സിലായില്ലേ? പണം വെക്കാതെ വിളമ്പുന്ന പരിപാടി ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞൂടെ? പണം കൊടുത്തിട്ട് തന്നെ സാധനം കിട്ടുന്നില്ല, പിന്നെ ആ കടം. ഒരു ദിവസമൊക്കെ ഏട്ടന്റെ ചെലവില് ഏട്ടത്തേമ്മയുടെ കൈ കൊണ്ട് ഊണ് കഴിക്കുന്നതിന് എന്തിനാ പണം? സ്വയെ വിളമ്പിക്കൂടെ. ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ അനിയൻ സ്നേഹത്തിന്റെ രുചിയുള്ള ഊണ് കഴിക്കട്ടെ. എന്താ വെള്ളം വല്ലതും വേണോ? എനിക്ക് അകത്തേക്ക് വരാലോ അല്ലേ? ആ ഏട്ടത്തിയ ഇനിയും ചങ്കി കുത്തരുത്. ഓ അപ്പൊ ഏട്ടന്റെ ഏട്ടത്തിയമ്മയുടെയും കൂടെ കൂടാൻ തീരുമാനിച്ചു അല്ലേ? എങ്കിലും നീ ചോദിക്കട്ടെ, ചാതിക്ക് ഇഷ്ടമാണോ? കേടൊന്നുമില്ല. ദേ ഇങ്ങനെ ഉരുട്ടിപ്പരട്ടൊന്നും വേണ്ട. അവളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോന്നാണ് ഞാൻ ചോദിച്ചത്. അതോ ഇനി ആ കൊച്ചിനെ തല്ലു വിളിക്കാനാണോ പരിപാടി? അയ്യോ അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ മനസ്സിൽ കണ്ടേക്കണേ? ഏതായാലും മേനോനങ്കളിന് എന്നോട് വിരോധമൊന്നുമില്ല. ജോലിക്കാരി ഒന്ന് ശരിയായ നേരിട്ട് ചോദിക്കാം. അയ്യോ വേണ്ട വേണ്ട വേണ്ട. അതിനൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്. നാളെ തന്നെ പോയി ചോദിക്കാം. ഒരു അച്ചാരം ഉറപ്പിച്ചു വെച്ചാൽ പിന്നെ ധൈര്യം ഉണ്ടല്ലോ. അതിന്റെ ആവശ്യമൊന്നുമില്ല, സമയമാകുമ്പോ ഞാൻ പറയാം. എന്നാ ശരി, വായന മുടക്കുന്നില്ല. അയ്യോ അല്ല, സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടില്ല. രാധയൊക്കെ ടെൻഷനായി പോയി. അയ്യോ പാവം. നാളെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. വിരോധമൊന്നുമില്ലല്ലോ? അയ്യോ സന്തോഷമുള്ളൂ. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? അവനോട് എന്താ പറഞ്ഞേ? ഞങ്ങൾ ഏട്ടത്തിയമ്മ അനിയനും കൂടെ പലതും പറയും. അതിന് തമ്പി സാറിനെന്താ? ചാപ്പാടൊക്കെ കഴിച്ചില്ലേ? അല്ല എരിവും പുളിയൊക്കെ പാകമാണല്ലോ. എന്നാലേ ചെന്ന് കിടന്ന് ഉറങ്ങ. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നേ? ഊട്ടിയിരിക്കാണല്ലോ. എവിടെ പോയോ? അപ്പുറത്തെ വീട്ടിൽ ചോദിച്ചാലോ? ആ ചട്ടക്കാരിയോടോ? പുറത്തെവിടെയും പോവാച്ചാ അവരോട് പറയാണ്ട് പോവില്ല. എന്തിനാ തൂക്കി പിടിച്ചോണ്ട് നിക്കണേ? അങ്ങോട്ട് വെച്ചൂടെ? ഹായ് ആന്റി. ഹായ് അങ്കിൾ. എപ്പോ വന്നു? വന്നേ ഉള്ളൂ. മേനോനങ്കിളും പാർവതി ആന്റിയോ മമ്മി വരുന്നു. ആ കമൻ. വേണ്ട, സമയമില്ല. ശ്യാമള എവിടാ പോയിരിക്കുന്ന അറിയാൻ വേണ്ടി വന്നു. മിസ്റ്റർ മേനോൻ ഓഫീസിൽ പോയല്ലോ. ഹരികൃഷ്ണന്റെ കാര്യമല്ല, ശ്യാമള. അവളും ഓഫീസിൽ പോയി. ശ്യാമള ശ്യാമളയ്ക്ക് ജോലി കിട്ടിയാലും മിസ്റ്റർ മേനോൻ അറിഞ്ഞൂടെ? യു സീ ഷീ ഹാസ് ജോയിൻഡ് ദിസ് മൺഡേ.
ആ ഓ പറഞ്ഞിരുന്നു, പക്ഷെ മറന്നുപോയി അല്ലേ? താക്കോലിവിടെ തന്നിട്ടുണ്ട്. ഹാമീൻ, താക്കോല്. മിസ്സസ് മേനോൻ അകത്ത് വരണം. നല്ല ഒരു ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, പിന്നൊരിക്കലാവാം. വാ മിസ്റ്റർ മേനോൻ. അറിയാമേ? വാട്ട്? വേണ്ടെങ്കി വേണ്ട. ഓ ആ മിസ്റ്റർ മേനോൻ മറന്നുപോയി. ഗ്യാസ് വന്നാലേ വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞു. 100 രൂപ കൊടുക്കണം. മറക്കല്ല. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനുള്ള സാധനങ്ങളെ ലിസ്റ്റ് എഴുതി അവിടെ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. മറക്കാതെ വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞു. മറക്കണ്ട. ആ മിസ്റ്റർ മേനോൻ, ഒന്ന് നിന്നേ. ഞാൻ മറന്നുപോയി. മാവ് കലക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. ദോശ ചുട്ടു വെക്കാൻ പറഞ്ഞു. രാത്രിത്തേക്കാ. മറക്കണ്ട. 10 എണ്ണം കേട്ടോ? മിസ്റ്റർ മേനോൻ ഒരു കാര്യം കൂടി, ഒരേ ഒരു കാര്യം കൂടി. ഒന്ന് പിടിക്കാൻ. ഇനി എന്തൊക്കെ പണികളാ ഏൽപ്പിച്ച ചോദിച്ചു. വെറുതെ അവരോട് എന്തിനാ ദേഷ്യപ്പിക്കുന്നേ? ഞാനൊരു അത്യാവശ്യ കാര്യം പറയുന്ന ഇപ്പൊ പറയുന്നില്ല. പോ, പിന്നെ പറയാം. വീട്ടിൽ ചെയ്യേണ്ട ജോലികളൊന്നും പറഞ്ഞേൽപ്പിക്കാൻ മറന്നിട്ടില്ല. നമ്മള് കാശിലേക്കൊന്നും അല്ല പോയത്, ഗോപീഷിന്റെ വീട്ടിലേക്കല്ലേ. അവിടെ മരുന്ന് വന്ന് അച്ഛാ ശ്യാമളയ്ക്ക് ഇങ്ങനെ ജോലി കിട്ടി, അടുത്ത ആഴ്ച മുതൽ അവള് ജോലിക്ക് പോകണമെന്ന് ഒരു വാക്ക് പറയായിരുന്നില്ലേ? ആ ഇല്ല, ഇതേ ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഒരു കുന്ത്രാണ്ടം. ഇതെടുത്ത് കറക്കി ഒരു വാക്ക് പറഞ്ഞ വായിലെ മുത്തു ഒഴിയൂ. അപ്പൊ അത്രേ ഉള്ളൂ. അയൽവക്കത്തുള്ളവർ പറഞ്ഞിട്ട് വേണം സ്വന്തം മരുമോള് ജോലിക്ക് പോയ കാര്യം അച്ഛനും അമ്മയും അറിയാൻ. തൊലി പൊളിയണു. എന്റെ ഈശ്വര, അവളെ ജോലിക്ക് പറഞ്ഞയക്കാൻ മാത്രമുള്ള എന്ത് ബുദ്ധിമുട്ടാ എന്റെ കുട്ടിക്കുണ്ടായേ. പണത്തിന് നല്ല ഞെരുക്കം ഉണ്ടാവും. പറയാണ്ട് മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നടക്കുക. വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് കരുതി ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് ഉരുകണു. അപ്പോഴാണ് എന്റെ ഒരു പെട്ടി എടുത്തിട്ട് പോയേ. അമ്മേ, ഒരു 2 ദോശ കൂടി എടുത്തേ. ആവോ എന്തൊരു വിശപ്പാ. എവിടെയെങ്കിലും ഇരുന്ന് തിന്നൂടെ? എന്തിനാ ഈ വെപ്രാളം കാണിക്കണേ? ഓഹോ, എന്തിനാ ശ്യാമളെ ജോലിക്ക് വിട്ടെ? അതിനും വേണ്ടി എന്ത് ബുദ്ധിമുട്ടാ നിനക്കുള്ളത്? സിറ്റി ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടക്കാട് വരുന്നു അല്ലമ്മേ. ഭയങ്കര ചെലവാ. നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ച് ജീവിക്കണ്ടേ? ഒരാളുടെ ശമ്പളം കൊണ്ടൊന്നും കാര്യങ്ങൾ നടന്നു പോവില്ല. ശ്യാമള ജോലിക്ക് പോണ കാര്യം പറഞ്ഞില്ലെന്നും പറഞ്ഞ് അച്ഛൻ പിണങ്ങിയിരിക്കുക. നല്ലൊരു ജോലി ഒത്തു വന്നപ്പോ എന്തിനാ വേണ്ടെന്ന് വെക്കണേ? ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. വീടിന്റെ ലോൺ, ഫ്രിഡ്ജിന്റെ ലോൺ, ഇതൊക്കെ അടച്ചു തീർക്കണ്ടേ? പിന്നെ അച്ഛൻ 500 രൂപ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിരുന്നത് അടുത്തങ്ങ് പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ അച്ഛനോട് പണത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ രാധികയുടെ കാര്യമാകുമ്പോഴല്ലേ അതപ്പോ നോക്കാം. ഹരിയേട്ടാ, ഇത് കണ്ടോ? പലചരക്കടയിൽ ഈ മാസത്തെ ബില്ല് 2000-ന് മുകളിലായി. ഇങ്ങനെ പോയാ അമ്മേ ഒക്കെ ഒന്ന് സൂക്ഷിച്ചും കണ്ടേട്ടാ. ജോലിക്കാര്യം മനഃപൂർവ്വം പറയാറുന്നതല്ല. ഏതായാലും അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുമല്ലോ, ഒന്ന് ഞെട്ടിക്കാന്ന് വിചാരിച്ചിട്ടാ. ഞെട്ടലേതായാലും ശരിക്കേറ്റു. നീ കാപ്പി കുടിച്ചു അല്ലേ? കയ്യും കഴിയല്ലേ? അതെ. അപ്പൊ ഇനി വേഷം മാറണം. ചെല്ലേ. എന്താ ഇങ്ങനെ ഓർത്തിരിക്കണേ? ഏയ് ഒന്നുമില്ല. സമയം എത്രയെന്നറിയോ? കാലത്തെ എണീക്കേണ്ടതല്ലേ? എന്തിനാ ഇങ്ങനെ ഉറക്കം ഇളക്കണേ? ഉറക്കം വരുന്നില്ല. അതെന്താ? കണക്കൂട്ടലുകളൊക്കെ തെറ്റാണോ എന്നൊരു സംശയം. മേന് വെറുതെ തോന്നണതാ. ശ്യാമള എന്താ പറഞ്ഞെന്ന് കേക്കണോ? ഇങ്ങനെ പെട്ടിയും തൂക്കി എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും അലയണേ? സ്ഥിരമായിട്ട് ഇവിടെ നിന്നൂടേന്ന്. സ്ഥിരമായിട്ട് ഇവിടെ വീട്ടുപണിക്ക് നിന്നൂടേന്ന് അല്ലേ? ഇതാ മേനുള്ള കുഴപ്പം. ഏതിനും എഴുതാപ്പുറേ വായിക്കൂ. നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യണത് എങ്ങനെയാ വീട്ടുപണിയാവുക? അങ്ങനല്ലാന്ന് വിശ്വസിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഒരു പക്ഷേ ഇല്ല.
ഓരോന്നാലോചിച്ച് മനസ്സ് പുണ്ണാക്കാണ്ട് ഈശ്വരനെ ജപിച്ച് കണ്ണടച്ച് കിടന്നോളൂ. ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ തിരക്കാണല്ലോ തനിക്ക്. ഈയിടെയായിട്ടൊന്ന് കാണാൻ പോലും കിട്ടുന്നില്ല. സ്കൂളിലേക്കും കോളേജിലേക്കും ഓഫീസിലും ഒക്കെ ആയിട്ട് കാലത്തെ 3-4 എണ്ണത്തിന് ഒരുക്കി വിടുകയെന്ന് വെച്ചാ നിസ്സാര കാര്യമെന്നാ വിചാരം? അപ്പോഴേ മേൻ എന്തിരിപ്പായിരിക്കണേ? കുളിക്കണില്ലേ? കാലത്തെ ഒന്നും കഴിക്കണ്ടേ? അതിന് ഇതുവരെ കാലത്തെ കിട്ടാറുള്ള ചായ പോലും കിട്ടിയില്ലല്ലോ പാറൂട്ടി. ആഹാ, അച്ഛൻ ഇവിടെ വന്നിരിക്കുക. ഇവിടെ ഇത് നല്ല കാറ്റാ. വലിവിന് അത്ര ആശ്വാസം കിട്ടും. ഞങ്ങളിന്ന് ഹോസ്പിറ്റൽ വരെ പോവാ. മോക്ക് ട്രിപ്പ് എടുക്കേണ്ട ദിവസാ. പോയിട്ടോ? അതെ, ഏ? ആ പണിക്കാരത്തി പെണ്ണ് പിന്നാമ്പുറത്തുണ്ട്. ഒക്കെ കള്ള കൂട്ടങ്ങളാ. അടുക്കളയിൽ കയറി കൈ കിട്ടണത് എന്താണെന്ന് വെച്ചാ കട്ടോണ്ട് പോവും. ഒരു കണ്ണ് വേണേ. എന്തിനാ ഒരു കണ്ണ്? 2 കണ്ണും ആയിക്കോട്ടെ. നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വാ. ആ. ഇവിടെ ആരും ഇല്ലേ? കണ്ടില്ലേ, ഒരു ഉത്തരവാദിത്വം ഇല്ല. വാതിലും തുറന്നിട്ട് എവിടെ പോയോ ആവും. ചിക്കപ്പുക്ക് റെയിലേ, അത് കലക്കത് പാരരുത് സ്റ്റൈലേ. അയ്യോ, അമ്മച്ചി. ആലപിക്കോല്ലേടി? അയ്യോ. ആലപിക്കോ. ഇതാരാ എത്ര വേഗം പൊട്ടിച്ചിട്ട് വന്നതിലും? അരികളല്ലേ ഗുളി കഴിക്കാൻ വെള്ളം എടുക്കാൻ വന്നതാ. പെട്ടെന്നൊരു തലകറക്കം. കല്യാണി താങ്ങിയില്ലായിരുന്നെങ്കിൽ. ഇപ്പൊ ആശ്വാസം ഉണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല. ഈ വലിവ് മനുഷ്യനെ വലയ്ക്കും. എന്താ ഒന്നും മിണ്ടാണ്ട് നിക്കണേ? തല ചുറ്റി വീഴാൻ പോണ ഒരാളിനെ ഒരു പെണ്ണ് താങ്ങി പിടിച്ചത് നമ്മൾ തെറ്റായിട്ട് കാണാൻ പാടില്ല. മേന്നെ എന്തും ചിരിച്ചോണ്ട് നേരിടണമെന്നല്ലേ തമ്പി പറഞ്ഞിട്ടുള്ളത്? ഇതും ചിരിച്ചോണ്ട് നേരിടുന്ന തന്നെയാ നല്ലത്. ഛേ, ഇങ്ങനൊരു വൃത്തിയേട് കണ്ടിട്ട് എങ്ങനെയാ സഹിക്കണേ? ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞിരിക്കുന്ന ആളാ. ആശകൾ തീരാതെ ചത്തുപോയാ ആത്മാവ് പിടിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കും. ആ, അങ്ങേരുടെ ആശകൾ തീർക്കാൻ നമ്മുടെ മോന്റെ വീട്ടിലെ അരി വാരി കൊടുത്തിട്ട് വേണോ? ഓ, താൻ ആ വഴിക്കാണല്ലേ? അത് അടുക്കളക്കാരിയാ. അരി വാങ്ങിക്കൊണ്ട് വന്ന് ഏൽപ്പിക്കണ ജോലിയേ എനിക്കുള്ളൂ. ഹ, ആ സത്യം. വാ. ഹലോ, ആ അച്ഛനാ. ഞങ്ങൾ ഇപ്പൊ വന്ന് കേറിയുള്ളൂ. ആ നിപ്പോണ്ട് കൊടുക്കാം. ഗോപീഷ തന്നോടെന്തോ പറയണമെന്ന്. ദാ, എന്താന്ന് ചോദിക്കൂ. തന്നോട് പറയാനുള്ളതാണ്. അയ്യോ, അങ്ങോട്ട് വാങ്ങിച്ച്. ഹലോ എന്ന് പറ. ഹലോ. ഹലോ. ആ, ഓ, ആ, എപ്പോഴാ വരിക? ആ, ശരി, വെക്കട്ടെ. വിയർത്തൂലോ താൻ. എന്താ പറഞ്ഞേ? ആ, അവന്റെ കൂടെ ജോലി ചെയ്യണ 2-3 പേര് വരുന്നുണ്ടത്രേ വൈകിട്ട്. അതിലൊരാൾക്ക് രാധയെ ഒന്ന് കാണണമെന്ന്. ഓ, ഞാൻ പറഞ്ഞില്ലേ, അവന് അതിനൊക്കെ നല്ല ചിന്തയുണ്ട്.